ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ ലാസ്റ്റ് നോമ്പാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ നോമ്പ് തുറക്കുള്ള ഇൻവിറ്റേഷനും ഉണ്ട്. അപ്പം എലാപ്പൻ്റെ വീട്ടിലാണ് നോമ്പ് തുറ. സുമി വന്നാലൊരു നോമ്പ് തുറ ഉണ്ടാവുമെന്ന് നോമ്പ് 1 മുതലേ പറയുന്നുണ്ട്. അപ്പം ആരാ സുമിന്ന് കണ്ടത്? ഇതാണ് കക്ഷി. പെരുന്നാൾ പ്രമാണിച്ച് സുമി ഹൈദരാബാദിൽ നിന്ന് 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഈ സെറ്റിങ്സും ചെയറും ടേബിളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ നോമ്പ് തുറ ആണ്. പക്ഷേ നമ്മൾ വെരി ക്ലോസ് ഫാമിലി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഗ്രാൻഡ് ആയിട്ടുള്ള നോമ്പ് തുറയായിരുന്നു. എത്ര കുറച്ച് ആളുള്ളെങ്കിലും നമ്മളെ വീട്ടിലൊരു നോമ്പ് തുറ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളും നമുക്കുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുകൊണ്ട് തന്നെ എളീമക്ക് ഒരു സ്ട്രെസ്സും കൊടുക്കാണ്ട് എളാപ്പ എല്ലാ കാര്യങ്ങളും കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള ഓട്ടപ്പാച്ചിലുകളോ ബഹളങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേക്ക് എല്ലാ ടേബിളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ. നല്ല സർവീസും ആയിരുന്നു. മാത്രമല്ല അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്നാക്സും ഫ്രൂട്ട്സിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് കാണണ്ടേ? വെള്ളം, ഡേറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ സ്നാക്സ് ആയിട്ട് സമോസ, കട്ട്ലറ്റ്, സ്പ്രിംഗ് റോൾ. അതിൻ്റെ കൂടെ തന്നെ 2 ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ലെമൺ ജ്യൂസും ഉണ്ടായിരുന്നു, ഇളനീൻ്റെ ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും മെയിൻ കോഴ്സ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻ കോഴ്സായിട്ട് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണിയും പത്തിരി, ചിക്കൻ കറി ആൻഡ് ബീഫ് വരട്ടിയത്. അങ്ങനെ മഗ്‌രിബ് നമസ്കാരവും ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അടുത്ത ദിവസം പെരുന്നാളാണെന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരുന്നാൾ രാവായതിൻ്റെ ഒരു ആഘോഷവും മൈലാഞ്ചിടലും കഥ പറച്ചിലൊക്കെ ആയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു നോമ്പ് തുറ ആയിരുന്നു അത്.